ഹായ്, എല്ലാവർക്കും നമസ്കാരം. നമ്മളിപ്പോൾ വന്നിരിക്കുന്ന സ്ഥലം എവിടെയാണെന്നറിയോ? കൊല്ലം ജില്ലയിലെ ചവറ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് നാഷണൽ ഹൈവേയുടെ വർക്ക് കാരണം ഇവിടെ മൊത്തം പൊടിയും ബഹളമൊക്കെയാണ്. ബസ് സ്റ്റാൻഡിലാണ് വന്നത്. ചവറ എന്ന് പറഞ്ഞാൽ ഞാൻ വിചാരിച്ചു വലിയൊരു സിറ്റി ആയിരിക്കുന്നു, പക്ഷേ ചെറിയൊരു ടൗണാണ് കേട്ടോ. ചവറ ബസ് സ്റ്റാൻഡാണ് കേട്ടോ. നമ്മൾ പത്തനംതിട്ടയിലായിരുന്നു ഇങ്ങോട്ട് കയറി വന്നത് ചവറയ്ക്ക്. പക്ഷേ ഞാൻ ഉദ്ദേശിച്ചൊരു വഴിക്കോളൊന്നും വരാൻ പറ്റില്ല. ചവറ ജാമ്യത്തിൽ വലിയൊരു സിറ്റി ആയിരിക്കുന്നു. അല്ല കേട്ടോ, ചവറ ചെറിയൊരു സിറ്റിയാണ്. ഇതിന് അടുത്തൊരു പള്ളിയൊക്കെ ഉണ്ട്. പള്ളിയും അതിൻ്റെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം. നമ്മളങ്ങനെ ചവറയിൽ നിന്ന് കയറി ഇങ്ങോട്ട് പോകുന്നു കേട്ടോ. അവിടെ കാഴ്ചകളൊന്നും വെക്കാൻ നാം വിചാരിച്ച പോലെ നടന്നില്ല പരിപാടി. അപ്പോൾ തിരിച്ച് കയറി നീണ്ടകര എത്തിയേ. നമുക്ക് ഇവിടെ ഹാർബറൊക്കെ ഒന്ന് കണ്ടേച്ച് വരാം. പോകുന്ന വഴി നീണ്ടകര പള്ളി സിമിത്തേരിയൊക്കെ കാണാവേ. ഇതുണ്ടോ, നല്ല ഭംഗിയുള്ളൊരു മനോഹരമായൊരു പള്ളിയൊക്കെ കാണാം. ഇവിടെ ഒരുപാട് ഭംഗിയുണ്ടല്ലേ. അപ്പോൾ നമുക്ക് പോകേണ്ട ഈ വഴിക്ക് മുന്നോട്ട് പോയിട്ട് ഇടത്തോട്ട് പോകണമെന്നാണ് പറഞ്ഞത് കേട്ടോ. എൻ്റെ കൂടെ ഒരു അച്ചായി ഉണ്ടായിരുന്നു ബസ്സിൽ. ആ അച്ചായിയാണ് പറഞ്ഞത്. ഇവിടെ പള്ളിയുടെ ഒരു പരീക്ഷകളൊക്കെ കാണുന്നുണ്ടേ. അപ്പോൾ നമുക്ക് തൽക്കാലം ഹാർബറിലോട്ട് ഈ വഴിക്കും പോകാമെന്നാണ് പറഞ്ഞത്. അപ്പം പിന്നെ ഈ പള്ളിയുടെ ഇപ്പുറത്തെ ഈ സൈഡിൽ കൂടെ ഇങ്ങനെ അങ്ങ് പോവാം. ഏതൊക്കെയോ വഴികൾ നമുക്കറിയത്തില്ല ഇതൊന്നും. അല്ലെങ്കിൽ കൊല്ലം ഭാഗത്തേക്ക് വന്നിട്ട് ഒരു വീഡിയോ എങ്കിലും എടുക്കണ്ടേ. ഈ പള്ളി കോമ്പൗണ്ടിൽ കുറേ നല്ല മരങ്ങളൊക്കെ പോകണം. പള്ളിയുടെ ഒരു എൻട്രൻസ് അപ്പുറത്താട്ടോ. നമ്മൾ അതിലായിരുന്നു വരേണ്ടതേ. ഇപ്പോൾ നമ്മൾ ഇവിടെ വന്നിറങ്ങി. ഇനിയിപ്പോൾ എന്താ ഹാർബറിൻ്റെ ഈ ഒരു ഭാഗത്തേക്ക് എത്തി. ഇവിടെ എവിടെയോ നീണ്ടകര ഫിഷറീസ് ഹാർബർ അതുകൊണ്ട് അവിടെയാണ് കേട്ടോ. ഇവിടെ ഒരു പാസൊക്കെ എടുത്ത് വേണം കയറി പോകാമെന്ന് പറഞ്ഞേ. ഒരു ഓട്ടോ സ്റ്റാൻഡും കുറേ കടകളും പരിപാടിയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം നമുക്ക് അങ്ങോട്ട് ഒന്ന് പോയിട്ട് വരാം. ഇന്നത്തെ മീൻ കച്ചവടമൊക്കെ കഴിഞ്ഞ ആൾക്കാർ വരുന്നുണ്ട്. പള്ളിയുടെ കുരിശടി വഴിസൈഡിൽ കുറേ കടകളൊക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് ഹാർബറിൻ്റെ ഉള്ളിൽ നിന്ന് പോയി നോക്കാം. അവരോട് ചോദിക്കാം കയറ്റി വിടുമോ. പാസ് എടുക്കാമെന്ന് പറഞ്ഞേ. ചെറിയ പാസ്സൊക്കെ ഉള്ളായിരിക്കും. ഹാർബർ നല്ല രസമുണ്ട് കേട്ടോ. അടുക്കൂടെ നല്ല പൂക്കളൊക്കെ വെച്ച് പിടിപ്പിച്ച് അങ്ങോട്ട് കയറുന്ന ആ ഒരു വഴിയൊക്കെ അലങ്കരിച്ച്. ഇതേത് പൂവാണെന്ന് അറിയാമോ? ഇവിടുന്ന് തന്നെ കാണാം നമുക്ക്. കടലിൽ പോകുന്ന തോണിയൊക്കെ വന്ന് കിടക്കുന്നുണ്ടോ. ബോട്ടുണ്ട്, തോണിയുണ്ട്, എല്ലാം ഉണ്ട്. ഇതിലേ അങ്ങോട്ടായിരിക്കും കയറി പോകുന്നത്. നമുക്ക് ഇതിലേ പോയ തോണിയൊക്കെ കിടക്കുന്നതാണേ, ബോട്ടൊക്കെ. ഇവിടെയൊക്കെ നടക്കുമ്പോൾ നോക്കി നടക്കണം. ഇതുണ്ട് വലിയ ബോട്ടുകളും തോണികളൊക്കെ. അത് അപ്പുറത്ത് കിടക്കുന്നത് ഓംകാരം എന്നൊക്കെ എഴുതിയിട്ട്. നീണ്ടകര ഹാർബർ ഇതാ അവിടെ കാണുന്നു. തോണി കിടക്കുന്നുണ്ടോ. ഇതൊക്കെ രാത്രിയിലൊക്കെ പോകുമായിരിക്കും ഇവർ. ഇനി നമുക്ക് ഈ വഴിക്കൂടെ അങ്ങോട്ട് പോകാട്ടോ. അവിടെ വലയൊക്കെ നന്നാക്കുന്ന ആൾക്കാരൊക്കെ ഇരിപ്പുണ്ട്. അവർ വലയൊക്കെ റെഡിയാക്കുന്നുണ്ട് അതിനകത്തിരുന്ന്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓരോരോ ഔട്ട് ഹൗസുകളൊക്കെ കാണാം അവിടെ ഇവിടെയൊക്കെ. നീണ്ടകര എന്ന് പറഞ്ഞാൽ കേരളത്തിലെ തന്നെ ഏറ്റവും വലിയൊരു ഹാർബറാണ് കേട്ടോ. ഇവിടുന്ന് മീൻ ഒരുപാട് സ്ഥലത്തേക്ക് കയറി പോകുന്നതാണ്. പണ്ടേ അങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇപ്പം നമ്മൾ ഹാർബറിലേക്ക് എത്തിയിട്ടോ. മീനൊക്കെ ഉണ്ടോ എന്ന് നോക്കാം. കുറച്ച് മീനുണ്ട് കേട്ടോ. മത്തി, അയല, ചാള, നല്ല പിടയ്ക്കുന്ന മീനും. ഇപ്പോൾ വന്ന മീനാണ് കേട്ടോ. കച്ചവടക്കാരും വന്നിട്ടുണ്ട്. നല്ല ഫ്രഷ് മീൻ. നമ്മുടെ അവിടെയൊക്കെ എത്തുമ്പോൾ എന്താവും, നല്ല പിടക്കണ അയല. ഹാർബറിൻ്റെ ഉള്ളുണ്ടോ നീണ്ടകര ഹാർബർ. ഇതെല്ലാം മീൻ ഇറക്കി കഴിഞ്ഞു. ഹാർബർ നമ്മൾ ആദ്യമായിട്ടാണ് കേട്ടോ നീണ്ടകര ഹാർബറിലൊക്കെ വരുന്നത്. അങ്ങോട്ടൊക്കെ വലിയ വലിയ വള്ളങ്ങളൊക്കെ കിടപ്പുണ്ട്. ഇപ്പോൾ വന്ന
വള്ളത്തിലെ മീനൊക്കെ ഇങ്ങോട്ട് എടുത്തു കഴിഞ്ഞു കേട്ടോ. നമ്മൾ ഇച്ചിരി കൂടെ നേരത്തെ വരുന്ന മീൻ കോരുന്നൊക്കെ കാണാമായിരുന്നു. ഇവിടെ മീനുണ്ടേ, വലിയ മീനുകൾ അധികം കാണാമല്ല, ചെറുമീനുകൾ. അയലയൊക്കെ കണ്ടോ, നല്ല പെടക്കുന്ന അയല. ഇവിടെ മീന് അയലയാണ് കൂടുതലും ഇപ്പോൾ. ബോക്സെല്ലാം നിറച്ച് വെച്ചിരിക്കുക അങ്ങോട്ടൊക്കെ കൊണ്ടുപോകാനായിട്ട്. ഇതല്ലേ കടവരാലോ കേട്ടോ, കണ്ടോ കടവരാല് കുറേ ഉണ്ട്. കുട്ടികൾ അതിൻ്റെ ഇടയ്ക്ക് ഇറങ്ങി മീൻ കൊത്തിപ്പറിക്കുന്നത് പോകുന്നുണ്ട്. ഇവിടെ മീൻ ഇരിക്കുന്നുണ്ടോ, പലതരം മീനുകൾ. കൊഞ്ചൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ ഉണ്ട് ചെമ്പല്ലിയുണ്ട്, കൊഞ്ചുണ്ട്, കിളിയുണ്ട്. ഏതെല്ലാം സൈസ് മീനാന്ന് നോക്കി. ഇവിടെ മീൻ ലേലം വിളിക്കുവാന്നേ. ഇതുപോലുള്ള ബോട്ടിലാണ് ഇവർ മീനെടുക്കാൻ പോകുന്നത് കേട്ടോ. ഇതുകൊണ്ടോ ബോട്ട് കിടക്കുന്നത്. അപ്പുറത്തോട്ട് അവർ വല നന്നാക്കുവാണേ. ഇത് ഇവിടെയും ബോട്ട് കിടക്കുന്നുണ്ടോ. അമ്മച്ചി വീട്ടിൽ ദുർഗ വല കെട്ടിക്കൊണ്ടിരിക്കുക. അവരവിടെ പണിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക. ഞാനിപ്പോൾ വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ടെങ്കിൽ അവരെ നോക്കുവാണേ. ശരി, ഇത് നോക്കിയാൽ ബോട്ട് ഉണ്ടോ, ബോട്ടിൽ നിന്ന് മീൻ ഇറക്കിക്കൊണ്ടിരിക്കുന്നുണ്ടോ. അപ്പുറത്ത് കിടക്കുന്ന ബോട്ടിൽ നിന്ന് ഇങ്ങോട്ടേക്ക് മീൻ അവരടുപ്പിച്ചുകൊണ്ടിരിക്കുവാണേ. ബോട്ട് നിറക്കുന്ന അയല, അയല എന്ന് പറയാം. ഇത് വേറൊരു ടൈപ്പ് മീനാണ്. ഇതങ്ങനെ നമുക്ക് കറി വെക്കാനൊന്നും കൊള്ളത്തില്ല കേട്ടോ. ഇതൊരു ബോട്ടിൽ നിന്ന് മാറ്റുമോ. വലിയ മീനൊക്കെ ഇവിടെ ഇരിപ്പുണ്ട് കേട്ടോ. മോതയുണ്ട്, കേരയുണ്ട്, ചൂരയുണ്ട്, കേരയുണ്ട്. ഇത് കേരയല്ലേ, കേരയുണ്ട്. വലിയ മീനുകൾ കേട്ടോ. മോത ഉണ്ടായിരിക്കുന്നത്. ഇവിടെ നിന്നൊക്കെ നമുക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന കുറച്ച് മേടിച്ചോണ്ട് പോകുന്നത്. പക്ഷേ ഇപ്പോഴത്തെ ഇല്ലേ കൊണ്ടുപോകത്തില്ല ഇപ്പോൾ. അതിനാണ്. അപ്പോൾ ഹാർബറിനകത്തെ കാഴ്ചകൾ ഞാൻ നോക്കിയിട്ട് ഇത്രയൊക്കെ കണ്ടുള്ളൂ കേട്ടോ. വേറെ കൂടുതൽ കാഴ്ചകളൊന്നും കണ്ടില്ല. അപ്പം എല്ലാം നമ്മൾ ഹാർബറിൽ നിന്ന് പുറത്തോട്ടിറങ്ങി. പുറത്തേക്ക് ഇനി വല്ല കാഴ്ചകളും ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം കേട്ടോ. ഇതിൻ്റെ അപ്പുറത്ത് ഇനി ഇപ്പോൾ ശക്തികുളങ്ങര ഹാർബറുണ്ട് കേട്ടോ. പക്ഷെ അവിടെ എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഉച്ചയ്ക്കൊന്നും അങ്ങനെ കച്ചവടം ഇല്ല. ഈ രാവിലത്തെ പരിപാടി മാത്രമേ ഉള്ളൂ എന്നാണ് പറഞ്ഞത്. മീനെടുത്ത് പോകുന്ന വണ്ടിയുണ്ടോ, ഓരോരോ മാർക്കറ്റുകളിലോട്ടോ. പിന്നെ അപ്പുറത്ത് ആ പള്ളി കാണാൻ ഭയങ്കര ഭംഗിയാണ് കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓരോരോ ഔട്ട് ഹൗസുകളൊക്കെ ഉണ്ട്. ഇതാണ് നമ്മൾ കയറി വരുന്ന ആ ഒരു എൻട്രൻസ്. ഈ വഴി നേരെ പോയാൽ നമുക്ക് അപ്പുറത്തെ മെയിൻ റോഡിലോട്ട് ചെല്ലാം. അതുപോലെ തന്നെ നമുക്ക് ഇതാ ഇങ്ങനെ പോവാം കേട്ടോ. ഈ ഒരു വഴിക്കും പോവാം. അവരൊക്കെ പോകണമല്ലേ. അപ്പോൾ ഇങ്ങനെ പോകുമ്പോൾ നമുക്ക് പള്ളിയുടെ ഒരു ഫ്രണ്ട് കാഴ്ച കിട്ടുമേ. അതൊന്നും എടുക്കാം. നമുക്കിവിടെ പറ്റി ഒന്നും അറിയത്തില്ല കേട്ടോ. അതുകൊണ്ട് കാണുന്ന കാഴ്ചകളാണ് പറയാം കേട്ടോ. ഇതാണ് ഇവിടുത്തെ പള്ളി. ഒരുപാട് വർഷം പഴക്കമുള്ള പള്ളികളാണ് ഇവിടെയൊക്കെ ഉള്ളത്. കടപ്പുറത്തൊക്കെ ഇരിക്കുന്ന പള്ളി സെൻറ്റ് സെബാസ്റ്റ്യൻ ചർച്ചാണ് കേട്ടോ ഈ പള്ളിയെ. തമിഴ്നാട്ടിൽ ചെന്നവർ പോലെയാണ് ഇവിടെ ഉള്ളവർ ഒറ്റ ആൾക്ക് ഹെൽമെറ്റ് വെക്കുന്ന പരിപാടിയില്ല. ഓക്കെ, അപൂർവം ചിലവരൊക്കെ ഉള്ളൂ. എന്നാലും ഈ ഒരു വഴിക്കൊക്കെ ഇങ്ങനെ നല്ല പ്രത്യേക ഭംഗിയുണ്ടല്ലേ കാണാൻ. അവിടെ ഒരു ബജ്ജിക്കടയൊക്കെ ഉണ്ട്. ഇനിയിപ്പം മെയിൻ റോഡിലോട്ട് ചെന്ന് ഇറങ്ങുന്നത്. ഞാനിങ്ങനെ ആലോചിക്കും, ഇവിടുത്തെ കാഴ്ചകൾ ഇത്രയൊക്കെ ഉള്ളൂ. ഇനിയിപ്പോൾ നേരെ അങ്ങോട്ട് കൊല്ലത്ത് ചെന്നിട്ട് ആശ്രമ മൈതാനത്തിൻ്റെ കാഴ്ചകൾ കൂടെ ഒന്ന് കണ്ടിട്ട് വന്നാലോ. ദൂരം എത്ര ഉണ്ടെന്ന് അറിയില്ല, നോക്കാം. ശക്തികുളങ്ങര ഹാർബർ. ശക്തികുളങ്ങര കുറേയൊക്കെ നമുക്ക് ഇതിൻ്റെ ബസ്സിൽ കാണാൻ പറ്റുള്ളൂ കേട്ടോ. ഇറങ്ങി കയറി പോകണമെങ്കിൽ ഒരു ഐഡിയ ഇല്ലാണ്ടാണ് വന്നത്. അതുകൊണ്ടാണ് ഹാർബറിൽ നിന്ന് ഇറങ്ങി ഒരു ബസ് കിട്ടി കേട്ടോ. ആ ബസ്സിന് കയറി കൊല്ലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുക. ഇവിടെ എല്ലാം റോഡിൻ്റെ പണി നടക്കുക. ആലപ്പുഴ, എറണാകുളം ആ റൂട്ടിലിങ്ങനെ കൊല്ലം വരെ ഇങ്ങനെ റോഡ് വർക്കുകളാണ്. അപ്പോൾ നമ്മൾ കൊല്ലം കാമനാട് എന്ന് പറഞ്ഞ സ്ഥലത്ത് കേട്ടോ. ഇതാണ് കാമനാട്. കൊല്ലം രാമൻകുളങ്ങര.
ഇവിടെ നല്ല ഭംഗിയുള്ളൊരു സ്ഥലമാണ് കേട്ടോ. കുറേ മരങ്ങളും ഒക്കെ ഉണ്ട് വഴി സൈഡിൽ ഇങ്ങനെ. ഇനിയും കൊല്ലത്തേക്ക് എത്ര ദൂരമൊന്നുമില്ല. പക്ഷേ ഇതെല്ലാം കൊല്ലത്തിൻ്റെ ഭാഗമാണല്ലോ അല്ലേ. കൊല്ലം ടൗണിൻ്റെ ഭാഗങ്ങളാണ് ഇതെല്ലാം. കൊല്ലം താലൂക്ക് കച്ചേരി ജംഗ്ഷനാണ് കേട്ടോ. കൊല്ലം ബസ് സ്റ്റാൻഡിലേക്ക് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുന്നു. കൊല്ലം ടൗണിൻ്റെ കാഴ്ചകൾ നേരത്തെ പറയാമല്ലോ, നമുക്ക് ഇറങ്ങി എടുക്കാനുള്ളൊരു ടൈമില്ല. വണ്ടിയിൽ ഇരുന്നോട് കുറേ ടൗൺ കാഴ്ചകളൊക്കെ കണ്ടുപോകട്ടോ. അതേ നടപടിയുള്ളൂ. ഇതൊരു ഫ്ലൈ ഓവർ ഓർമ്മിച്ചൊക്കെ കാണുന്നുണ്ട്. സെൻറ്റ് ജോസഫ് സ്കൂളാണ് അത് കേട്ടോ. ഇവിടെ ഹൈസ്കൂളാണ്. ഇവിടെ പഠിച്ചിട്ടുള്ള ആരെങ്കിലും ഒക്കെ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. അതിലെയാണ് എൻട്രൻസ്. അവിടെയുള്ളത് പള്ളിയാണെന്ന് തോന്നുന്നു. മുകളിലൊരു പള്ളിയുണ്ട് കേട്ടോ. തൊട്ട് താഴെ ഒരു വാട്ടർ ടാങ്കാണ്. അവിടെ കണ്ട ബിഷപ്പ് ഹൗസ് ആയിരുന്നു കേട്ടോ. ടൗൺ ബസ് സ്റ്റാൻഡ് കേട്ടോ. ചിന്നക്കട, കൊല്ലം മുനിസിപ്പൽ ചിന്നക്കട. ഇത് ചിന്നക്കട ആയിരിക്കും അല്ലേ. ചിന്നക്കടയിൽ കൂടെയും നമ്മൾ അങ്ങനെ പോവുകയാണ്. ഇവിടെ ഒരു ജംഗ്ഷനാണ്. ഇവിടെ നമ്മുടെ ബസ് ഇങ്ങോട്ട് തിരിഞ്ഞു കേട്ടോ, ഇടത്തോട്ട്. കൊല്ലത്തുള്ളവർ വീഡിയോ കാണുന്നവരൊക്കെ ഇവിടെ ഉള്ള ഒരു സ്ഥലങ്ങളൊക്കെ പറയാൻ. ഹോട്ടൽ ഷാ ഇന്റർനാഷണൽ. കൊല്ലത്തെ ബോട്ട് ജെട്ടി ഉണ്ടോ? ബോട്ട് ജെട്ടിയുണ്ട്. പിന്നെ വിനോദസഞ്ചാരത്തിനായിട്ടുള്ള ബോട്ടുകൾ അവിടെ ഉണ്ട്. അങ്ങോട്ടേക്ക് അഷ്ടമുടിക്കായലാണ്. കോള കിടക്കുന്നുണ്ട് ഇവിടെ എല്ലാം. ഇതിൻ്റെ അപ്പുറത്തെ ആ ഭാഗത്തായിട്ട് ബോട്ട് ജെട്ടിയൊക്കെ ഉണ്ട്. നമ്മൾ പോകുന്നത് ഈ വഴി അങ്ങനെ പോയാൽ കാണാവേ. അതുകൊണ്ട് അവിടെ ബോട്ടുകളൊക്കെ കിടക്കുന്നുണ്ട്. വിനോദസഞ്ചാരത്തിനുള്ള ബോട്ടുകൾ. ഈ ഒരു വഴിയെ നമുക്ക് അങ്ങോട്ട് ബസ് സ്റ്റാൻഡിന് അങ്ങോട്ട് പോകാം കേട്ടോ. ആ പോകുന്ന വഴിക്ക് നമുക്ക് ബോട്ട് ജെട്ടി കാണുകയും ചെയ്യാം. അഷ്ടമുടിക്കായലിലുള്ള കൊല്ലം അഷ്ടമുടിക്കായലൊക്കെ ഒന്ന് കാണണമെന്നൊക്കെ വിചാരിച്ചത് ഞാൻ. അപ്പോൾ അവിടെ കണ്ടോ ബോട്ട് ജെട്ടി. ഒരു കടലവണ്ടിക്കാരൻ വരുന്നുണ്ട്. നല്ല കിടുക്കം വെയിലാട്ടോ. വൈകുന്നേരം ആയിട്ട് 4 മണിയായേ. എന്നിട്ട് വേണമല്ലോ വെയിലിന് ശക്തി കുറയുന്നില്ലേ. നല്ല വെയിലാണ്. ഇങ്ങനെ നോക്കുമ്പോഴേ നമ്മൾ അതാ അവിടെ ദൂരെയായിട്ട് അതുകൊണ്ടോ അഷ്ടമുടി കായലിന് കുറുകെ റെയിൽവേ പാളമൊക്കെ കിടക്കുന്നുണ്ടോ. ആ കാണുന്ന റെയിൽവേ. അത് നോക്കി അവിടുന്ന് ഒരു ബോട്ട് ഇങ്ങോട്ട് വരുന്നുണ്ടോ. വെയിൽ തിരിഞ്ഞടിക്കുന്നോണ്ടേ ശരിക്കും കാണത്തില്ല. നമ്മളീ നേരെ ചെല്ലുന്ന അവിടെ തന്നെയാണ് കേട്ടോ. KSRTC ബസ് സ്റ്റാൻഡ് കിടക്കുന്നത്. അവിടെ നിന്നൊരു ബസ് പിടിച്ച് വേണം പോകാൻ. ഇത് ബോട്ട് ജെട്ടി ഉണ്ടോ. അവിടെ നിന്നൊരു ബോട്ട് ഇങ്ങോട്ട് വരുന്നുണ്ട്. ഇതൊക്കെ ഹൗസ് ബോട്ടുകളാണ്. നല്ല കോസ്റ്റ്ലി ബോട്ടുകൾ. ഇത് കയറി കാണാൻ പറ്റുമായിരുന്നു, നല്ലതായിരുന്നു. പക്ഷെ അവർ അങ്ങനെ കയറ്റിയല്ല അതല്ലേ. ഇതാ താഴെ ഇറങ്ങി നടന്നാലും ഇതിലേ നടന്നാലും ഒരുപോലെയൊക്കെ തന്നെ ഉള്ളൂ. ബോട്ടുകൾ ഇടുന്ന ബ്ലെയർ ഹൗസ് ബോട്ട്. അങ്ങനെ ഓരോരോ ബോട്ടിൻ്റെ പേര് എഴുതി വെച്ചിട്ടുണ്ട് ഇവിടെ. ഇതുണ്ടോ ഇത്ര ബോട്ടുകളൊക്കെ നോക്കി. ഇതൊക്കെ ഒന്ന് കയറി കാണാൻ പറ്റുമായിരുന്നല്ലേ. അവിടെയൊക്കെ ആൾക്കാരിരിപ്പുണ്ട്. ഇവിടെ അങ്ങനെ ഒരു കാര്യമുണ്ട് കേട്ടോ. നമുക്ക് കയറി ഇങ്ങനെ അവിടെ ഇരുന്ന് ഫുഡൊക്കെ കഴിക്കാം. അങ്ങനെ ഒരു സംവിധാനമുണ്ട് അതൊക്കെ. പണ്ടത്തൊക്കെ കെട്ടുവള്ളമായിരുന്നു ഈ സംഭവം. ഇപ്പോൾ ഇതിപ്പോൾ പുരോഗമിച്ചിട്ടേ ഈ ഒരു പരുവത്തിലായി. കാര്യം ഒന്ന് ആലോചിച്ച് നോക്കിയല്ലേ. ഇപ്പോൾ ടൂറിസമൊക്കെ അങ്ങോട്ട് വികസിച്ചിട്ട് എല്ലായിടത്തും ഓരോ തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങളൊക്കെ അല്ലേ. ഇതുണ്ടോ അവിടെ ചെറിയ വള്ളം കിടപ്പുണ്ടേ. കെട്ടുവള്ളങ്ങൾ മാറി ഹൗസ് ബോട്ടുകളായി. അതെല്ലാം മൂടിക്കെട്ടിട്ടിരിക്കുക.
കൊല്ലം KSRTC ബസ് സ്റ്റാൻഡ്. നമുക്ക് അങ്ങോട്ട് പോകണം. ഇവിടോട്ട് ഇങ്ങനെ ഇറങ്ങിയ കുറച്ച് കായലിൻ്റെ കാഴ്ചകളൊക്കെ കാണാതെ. ഓ, നല്ലൊരു സുഖം ഇവിടെ കയറിയപ്പോൾ. എന്താ ഇപ്പോൾ വെയിലൊക്കെ കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട്, നല്ലതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഈ സൈഡിലെല്ലാം ബോട്ടുകൾ കിടപ്പുണ്ടായി. നേരത്തെ പോലെ ഒരു ഹൗസ് ബോട്ട് അവിടുന്ന് ഇങ്ങോട്ട് യാത്ര കഴിഞ്ഞ് വരുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് ഇതിലെ അപ്പുറത്തോട്ടൊന്ന് പോയി നോക്കാം. അവിടെ മറ്റേ സാധാ ബോട്ടുകളാണ് കേട്ടോ, ഹൗസ് ബോട്ടല്ലേ, യാത്രാ ബോട്ടുകളാണ്. ഇവിടുന്ന് അങ്ങോട്ടും അവിടെ ബോട്ട് കിടപ്പുണ്ട് കേട്ടോ. അത് യാത്രാ ബോട്ട് ആണെന്ന് തോന്നുന്നു. അതെ, ഇവിടെ ജില്ലാ ടൂറിസത്തിൻ്റെ ഒരു സംഭവങ്ങളൊക്കെയാണ് കേട്ടോ. അങ്ങോട്ടേക്ക് നമ്മൾ ആ കണ്ട ബോട്ട് അതാ കിടക്കുന്നത്. ഇവിടുന്ന് അങ്ങോട്ടിനി വഴിയില്ല കേട്ടോ. അഷ്ടമുടി എന്നുള്ളൊരു പരിപാടിയിലുള്ള ബോട്ടായത് കേട്ടോ. സ്റ്റേറ്റ് വാട്ടർ ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെൻറ്റിൽ അതിങ്ങനെ യാത്രയൊക്കെ പോയിട്ട് കായലിൽ കൂടെയൊക്കെ യാത്ര പോയിട്ട് വന്നോ ഇപ്പോൾ. എന്തൊക്കെ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. ബോട്ട് ബുക്കൊക്കെ ചെയ്യണമെങ്കിൽ ഇതാ ഇവിടെ ഒരു നമ്പറൊക്കെ കൊടുത്തിട്ടുണ്ടേ. ഇതിലൊക്കെ വിളിച്ചിട്ട് ബുക്ക് ചെയ്യണം. അതാണ് സാറ് പറഞ്ഞത്. ഇപ്പോൾ നമ്മളീ കണ്ട ഈ അഷ്ടമുടിയില്ലേ, ഇത് എല്ലാ ദിവസവും രാവിലെ 10:30 ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. അവിടെ നമ്പർ കാണിച്ചില്ലേ, ആ നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്യണേ. പിന്നെ ഇതിനകത്ത് ക്യാൻറ്റീന് സാധനങ്ങളൊക്കെ ഉണ്ട്. താഴത്തെ തട്ടി 400 രൂപയും മുകളിലത്തെ തട്ടിൽ 500 രൂപയാണ് ഇതിൻ്റെ റേറ്റ് ഉള്ളത്. അങ്ങനെയാണ് എന്നോട് ഇവിടുത്തെ ഇതിൻ്റെ ജോലിക്കാരൊക്കെ പറഞ്ഞു കേട്ടോ. എന്തായാലും നമുക്ക് ഏതെങ്കിലും ഒരു സമയത്ത് ഇവിടെ വരുമ്പോൾ ഇങ്ങനെ ഒരു യാത്ര ചെയ്യണം. തിരിച്ച് 4:30 ഇവിടെ വരുവുള്ളൂ. ഇത് അതാണൊരു പ്രശ്നമുള്ളൂ. ഇതിൻ്റെ അപ്പുറത്തായിട്ട് സർക്കാരിൻ്റെ ബോട്ട് ജെട്ടി ഉണ്ട് കേട്ടോ. ഉണ്ട്. ഇവിടെ നിന്നൊക്കെ ഇപ്പോൾ വൈകുന്നേരം ആയപ്പോഴത്തേക്ക് നല്ല ഭംഗി അങ്ങോട്ടേക്കൊക്കെ കാണാൻ. ആ കിടക്കുന്നെല്ലാം ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിലുള്ള ബോട്ടുകളൊക്കെയാണ്. അഷ്ടമുടിക്കായൽ അങ്ങനെ നമുക്കൊന്ന് കാണാൻ പറ്റി കണ്ടോ. എനിക്ക് ഇവിടെ കണ്ടപ്പോൾ ഒരു പേടിയായേ. അവിടെ അങ്ങനെ കറങ്ങി അടക്കാം ഇവിടെ കയറിയപ്പോൾ. കൊല്ലം ടൗൺ മെയിൻ റോഡ് ബസ് സ്റ്റാൻഡ് ഏതാണ്ട് അവിടെ കേട്ടോ. അതാണ് ബസ് സ്റ്റാൻഡ്. അവിടെ പോയി ബസ് നോക്കാം. ഈ ഒരു ഭാഗം ഇപ്പോൾ കണ്ടോ, ഇതാ ഒരു ഭംഗിയല്ലേ. ആ ബോട്ടിയുടെ ഇവിടെയൊക്കെ ആയിട്ട് ഇപ്പം നല്ല പോക്കുവയിൽ അടിക്കുന്നുണ്ട്. ഇവിടെ നല്ല കളറായിട്ട് കിട്ടുന്നുണ്ട് നമുക്ക്. അടൂർ ടൗണിൻ്റെ രാത്രികാല കാഴ്ചകൾ ആരോ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം നമ്മൾ കൊല്ലമൊക്കെ പോയിട്ട് തിരിച്ചു വരുന്ന വഴിക്കുള്ള ആണേ. സംഭവം ശരിയാ, അത് ഏത് ടൗൺ ആണെങ്കിലും രാത്രി കാഴ്ചകളൊക്കെ നല്ല ഭംഗിയാണ് കാണാൻ. ഇതൊരു അഡീഷണൽ വീഡിയോ ആയിട്ട് കിടക്കട്ടെ. അഡീഷണൽ എന്ന് പറഞ്ഞാൽ നമ്മളെ കൊല്ലം വീഡിയോയുടെ കൂടെ തന്നെ കിടക്കട്ടെ. അടൂരിൽ നിന്നും നമ്മളിപ്പോൾ പത്തനംതിട്ടയ്ക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പം നമ്മുടെ കൊല്ലം ഭാഗത്തെ കുറച്ച് കാഴ്ചകളുള്ള വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ. നമ്മുടെ മീനൊക്കെ ഇറക്കുന്നിടത്തെ കാഴ്ചകളൊക്കെ കണ്ടില്ലേ, ഹാർബർ, നീണ്ടകര, അതൊക്കെ കഴിഞ്ഞ് ഞാൻ ഇങ്ങോട്ടൊക്കെ വന്ന് ഈ ഒരു കാഴ്ചകളൊക്കെ കണ്ട് ഇനിയിപ്പോൾ നമുക്ക് നല്ല തിരിച്ച് പോകാനുള്ള പരിപാടി നോക്കാം. ബസ് സ്റ്റാൻഡ് അപ്പുറയാണ്. അടൂരോ അല്ലെ പത്തനംതിട്ടയ്ക്കോ ഉള്ള ബസ് പിടിക്കണം. അപ്പോൾ ബസ് കിട്ടുമെന്ന് വിചാരിക്കാം.